ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് എഗെയിൻ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നുണ്ടല്ലോ, ഇന്ന് നമ്മളൊരു തേളിനെ പിടിക്കാൻ വന്നേക്കുന്ന നമ്മുടെ പൾമണോ സ്കോർപിയോസ്. അപ്പോൾ നമ്മൾ കെ വി എന്നാണ് ഇവനെ പിടിക്കാൻ പോകുന്നത്. കാരണം കെ വിന്ന് പിടിച്ചതിന് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവിലെ ഡൈനോസിനെ പുറത്തുള്ള ആരും അറ്റാക്ക് ചെയ്യില്ല. ഓക്കെ, നമ്മൾ അത്യാവശ്യം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അതിനു മുമ്പേ നമുക്കൊരു സാധനം മേടിക്കാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് ഇതെടുക്കണം. ഇതെടുത്തിട്ട് ഒരു സംഭവമുണ്ട്, എന്തോ ഷാഡോ സ്റ്റിക്ക് അങ്ങനത്തെ എന്തോ ഒരു സംഭവമുണ്ട്. ഈ സാധനം ഒരു 10 എണ്ണം നമുക്ക് മേടിച്ച് വെച്ചേക്കാം. ഇത് രാത്രിയിലില്ലേ നമുക്ക് ഉപകാരപ്പെടും. മറ്റേ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്കിത് പന്തം കത്തി ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, ഇരുട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ കുറച്ച് വെട്ടമൊക്കെ വരും. അതൊരു നല്ലൊരു സാധനമാണത് ഗേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേവിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ കേവിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മുടെ ലൊക്കേഷൻ മാപ്പിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടായി. ഓക്കെ, ഇനിയിപ്പോൾ നേരെ നമുക്ക് കേവിലോട്ട് കയറാം. കേവി കയറുമ്പോൾ ഇരുട്ടാണെങ്കിൽ നമുക്ക് ആ സാധനം കഴിക്കണം. ഓക്കെ, കേവി കയറുമ്പോൾ കുറച്ച് എക്സ്പി കിട്ടും കേട്ടോ, അത് നല്ലൊരു കാര്യമാണത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഇരുട്ട് പോലെ ഫീൽ ആവുന്നത്. നമ്മളിനിപ്പോൾ ഈ സംഭവം അവിടെ അതിൻ്റെ പേര് ഒരു മിനിറ്റ് നോക്കട്ടെ. ഷാഡോ സ്റ്റിക്ക്, അത് ലാസ്റ്റ് വെച്ച് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ കുറച്ച് വട്ടം വന്നാണ്ടാ. ഇതൊരു സൂപ്പർ സാധനമാണിത്. രാത്രി നമുക്കിനി പന്തം കത്തി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ചങ്ങോട്ട് എടുത്ത് തിന്നാൽ മതി. അതാണ് ഞാൻ ഒരു 10 എണ്ണം മേടിച്ച് വെച്ചത്. ഓക്കെ, ഇനിയിപ്പോൾ നല്ലൊരു നല്ല ലെവലല്ല, കിട്ടുന്ന ലെവലിനെ നമുക്ക് പൊടിക്കുക. പൊടിച്ചിട്ട് നേരെ നമ്മുടെ ബേസിലോട്ട് പോകണം. ലെവൽ 210. ഓക്കെ, ഇവൻ മതി, നമുക്കിവൻ മതി എന്തായാലും. ഇനിയിപ്പോൾ ഇവനെ വിളിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോവാം. ഇവിടെ നിന്ന് എന്തായാലും പൊടിക്കണ്ട, നമുക്ക് അങ്ങോട്ടേക്ക് മുകളിലോട്ട് പോവാം ഇവനെ കൊണ്ട്. അവിടെ വാടാ. ഓക്കെ, അവൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ മുകളിലോട്ട് പോവുക. ഓക്കെ, നമ്മൾ നമ്മുടെ ബോൾ എടുത്തിട്ടുണ്ട്. ലെവലപ്പായി കേട്ടോ. ബോൾ എടുത്തിട്ടുണ്ട്, കറക്കുക. വാ എൻ്റെ അടുത്തോട്ട് വാ. അയ്യോ, കൊത്തി ശിവൻ, ഭയങ്കര സീനാ, വിഷം കുത്തുവേ. ഓക്കെ, ബോൾ. അയ്യോ, കൊണ്ടില്ലേ അവിടെ, എന്താ കൊള്ളാത്ത പണി പാളി കേട്ടോ. കുഴപ്പമില്ല, നമുക്കെന്തായാലും ഇവിടെ തന്നെ ഇവനെ നോക്കാക്കാം. ഇനി ബോൾ ഒരു മിനിറ്റ്, നമുക്കൊന്നും കൂടെ ഒന്ന് ബോൾ എറിഞ്ഞ് നോക്കാം. അതെന്താ പൊട്ടി പോകുന്ന പോലെ എറിയുമ്പോൾ? ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരട്ടെ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊള്ളുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കണ്ടില്ലേ ബോല് പൊട്ടി പോകുന്നത് എന്താ? അതൊരു ചെറിയൊരു ശോകം പരിപാടിയാണ്. നമുക്ക് നല്ല റാപ്റ്റർ മേത് കയറിട്ടെ മുകളിലോട്ട് പോവാൻ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റാപ്റ്റർ ഇവിടെ നിർത്തിയേക്കാം. എന്നിട്ട് പാസീവാണ്, നമ്മൾ റാപ്റ്റർ ഓൾറെഡി പാസീവാണ്. അയ്യോ, വിഷം കുത്തും, അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. ഓക്കെ, നമ്മുടെ റാപ്റ്റർ അവിടെ നിന്ന് കുത്തുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇവനിവിടെ നോക്കാക്കാം. ഓക്കെ, അവനിവിടെ സ്റ്റക്കായി തോന്നുന്നു. നോക്കായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സൂതിങ് ബോം മേടിക്കുക. സൂതിങ് ബോം, യെസ്, മേജർ സൂതിങ് ബോം ഇത് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര ലെവൽ കൂടും? 105 ലെവൽ കൂടും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സൂതിങ് ബോം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്പോൾ ലിമിറ്റും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഫീഡ് എന്തോരം എടുക്കുമെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് ലെവലപ്പ് ചെയ്യണം. നമുക്ക് എന്തായാലും എന്ത് കൂട്ടണം? മൂവ്മെൻറ്റ് സ്പീഡ് അത്യാവശ്യമുണ്ട്, ഫുഡും വാട്ടർ അത്യാവശ്യമുണ്ട്, ഹെൽത്ത് കൂട്ടാം. ഓക്കെ, ലെവൽ 33 ആയിട്ടുണ്ട്. എന്നാലും ആ ബോലറിനപ്പോൾ എന്താണ് അത് ഇങ്ങനെ പോയത്? ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പൾമണോ സ്കോർപ്പിൻ്റെ സാഡിൽ മേടിക്കണം. അതിന് മുമ്പ് ഫസ്റ്റ് ഫീഡ് എന്തോരം എടുക്കട്ടെ എന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്ക് സാഡിൽ അൺലോക്ക്. സാഡിൽ നമ്മൾ 30-ൻ്റെ ഉള്ളിൽ തന്നെ തോന്നുന്നു, നമുക്കറിയില്ല കറക്റ്റായിട്ട്, ഒന്ന് നോക്കണം. 30-ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പെട്ടല്ലേ? 30-ൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഓക്കെ, 43.5% ഇട്ടുണ്ട്. ടൈമിംഗ് എഫിഷ്യൻസി 99.9 ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ പൾമണോ സ്കോർപിയോസിൻ്റെ സാഡിൽ ഒന്ന് വേഗം കണ്ടുപിടിക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ലെവൽ 22-ലാണ് നമ്മുടെ പൾമണോ സ്കോർപിയോസിൻ്റെ സാഡിൽ അൺലോക്ക് ആകുന്നത്. 12 എൻഗ്രാം പോയിൻറ്റ്സ് വേണം അതിന്. ഓക്കെ, അൺലോക്ക്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ഇതിന് എന്തൊക്കെ വേണം? ഹൈഡ്, ഫൈബർ, വുഡ്, ഇത്ര ഐറ്റംസ് മതി. ഇത് ഭയങ്കര എളുപ്പമുള്ളതിപ്പോൾ. ഞാനെന്നാൽ ഒന്ന് പുറത്ത് പോയിട്ട് നമുക്ക് നൈസായിട്ട് സാഡിൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതായിരിക്കും നല്ലത്. അത്യാവശ്യം നമുക്ക് ഹൈഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ, 150 ഹൈഡ് എന്തോരം വേണം? 170 ഹൈഡ് വേണം കേട്ടോ അതിന്. അയ്യോ, നമ്മുടെ പൾമണോ സ്കോർപിയോസ് അവനവിടെ കിടന്ന് ടൈം ആയിക്കോളല്ലേ. ഒരു മിനിറ്റ് നോക്കട്ടെ. അവൻ ടൈം ആയിട്ടില്ല. എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് അടിക്കുന്നുണ്ട്. കാരണം മിക്ക പ്രാവശ്യം ഇതേപോലെ ഇട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ഡൈനോസ് ടൈം ആവാത്തതാണ്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. പറയാൻ പറ്റില്ല സാധനം ടൈം ആവില്ല വേണമെങ്കിൽ.
എനിക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ പറ്റുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് പോകും, പക്ഷേ തിരിച്ചു വരുമ്പോൾ ഒരു ടൈം എനിക്ക് തോന്നുന്നേ ബഗ് വല്ലതാണാവോ. ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. പക്ഷേ ആ ടൈം അല്ലെങ്കിൽ ശോകമായിരിക്കുമല്ലോ ഗൈസ്. യെസ്, അതെ, പൾമണോ സ്കോർപ്പിയോസ് അങ്ങനെ പോയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിവിടെ ഇങ്ങനെ ടൈമാക്കാൻ വേണ്ടി ഇട്ടതാണ് ആ സാധനത്തിന്, പക്ഷേ അവൻ എന്താ പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇട്ടിങ്ങനെ പോയി കഴിഞ്ഞാൽ ചെറിയ ശോകമുണ്ട്. പക്ഷേ അതിനിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും നല്ലൊരു ഏതെങ്കിലും ഒരു ലെവൽ ഞാൻ ടൈം ചെയ്തിട്ട് ഞാൻ വരാൻ കേട്ടോ. പക്ഷെ നമുക്കൊരു 200ൻ്റെ ലെവൽ കിട്ടിയതാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ സാഡിൻ്റെ കാര്യം പണിയാം. അല്ല, സാഡിൻ്റെ കാര്യം എന്താണെന്ന് ചെയ്യാം. പക്ഷേ അല്ലെങ്കിൽ ഇവിടെ വരേണ്ടതാണ്. ടൈം ആണെങ്കിൽ നമ്മളിവിടെ ഇത് കാണിക്കും. ഇപ്പോൾ പാസോർ, ട്രൈക്ക്, റാപ്റ്റർ, പാച്ച്, ഇത്ര ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതിനകത്ത്. കുഴപ്പമില്ല, നമുക്കെന്തായാലും പിടിക്കാം, സീനില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം ഹൈഡ് കിട്ടി. ഇനിയിപ്പോൾ ലെറ്റ്സ് ഗോ ക്രാഫ്റ്റ്. നമ്മുടെ പൾമണോ സ്കോർപ്പിയോസിൻ്റെ സാഡിൽ നമ്മളങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ കേവിലോട്ട് പോവാം. നമുക്ക് ഫുഡ് എടുത്ത് ഇതിനകത്തിട്ട് വെക്കട്ടെ കേട്ടോ, കാരണം നമുക്ക് സ്പോയിലാണ്. ഇനി നമുക്ക് സ്പോയിൽ മീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഫുഡ് എന്തായാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രൈമേറ്റ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്പോയിലാവും. നമ്മുടെ പൾമണോ സ്കോർപ്പിയോസ് വേറെ ഒന്നും കഴിക്കില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മുടെ ഈ സ്പോയിൽഡ് മീറ്റ് അത് കൂടുതലും കഴിക്കുന്നത്. പിന്നെ മീറ്റ് കഴിക്കാൻ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. നമുക്കിനിപ്പോൾ നേരെ കേവിലോട്ട് പോവുക. ഞാൻ എന്തായാലും ടൈം ചെയ്ത് അവസാനത്തെ ആ ഒരു ഇതിൽ കാണിച്ചു തരാൻ കേട്ടോ. ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വേറൊരു പണിക്കും പോകില്ല, അവിടെ ഇട്ട് ഞാൻ ആ ഒരു ഏരിയ തന്നെ നിൽക്കും ഗൈസ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു 270 കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു 60 കിടക്കുന്നുണ്ട് കേട്ടോ. ഇവനെന്തായാലും തീർക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. എങ്ങാനും ഇവൻ ജീവൻ വെച്ച് വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ അൺകോൺഷ്യസ് ലെവൽ മാർക്ക് കഴിഞ്ഞാൽ പണി കിട്ടും. സ്പോയിൽഡ് മീറ്റ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. ആകെ 2 എന്തേ ഉള്ളൂ. 34.4% ആകെ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഫുള്ള് ടൈം ആവട്ടെ, എന്നിട്ട് വരാം. ഇപ്പോൾ ഇവനൊരു സാധനം അനങ്ങ് നോക്കി കണ്ടില്ലേ, ഫ്രണ്ടിൽ സാധനം അനങ്ങ് നോക്കി കഴിക്കുന്നുണ്ടാ. കൊള്ളാം, എന്തായാലും കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ പൾമണോ സ്കോർപ്പിയോസ് അങ്ങനെ ടൈം ആയിട്ടുണ്ട്. 399 ലെവൽ കേട്ടോ. ഇനിയിപ്പോൾ സാലഡ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചെയിൻ കോളർ ആ സംഭവം ഇട്ട് കൊടുക്കണം. അയ്യോ, അതെവിടെ ഇരുന്ന്, അതാ ഇവിടെ. ഈ സാധനം മേടിച്ചു കൊടുക്കണം. ഇതെല്ലാ ഡൈനോസിനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്താൽ പിന്നെ വേറെ സംബന്ധിച്ചാൽ നമ്മുടെ മാപ്പിനകത്ത് നമ്മുടെ ഡൈനോസിനെ കാണിക്കുന്ന നോക്കിയേ. നമ്മുടെ റാപ്റ്റർ തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ റെഡ് ബ്ലിങ് ആവുന്ന നോക്കി കണ്ടില്ലേ. പിന്നെ നമ്മുടെ ബേസിൻ്റെ അടുത്ത് ബ്ലിങ് ആവുന്ന നോക്കി. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനോസർ ഉണ്ടോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ഗോ. എക്യുപ്പ് റിമോട്ട്. പിന്നെ നമ്മുടെ സാഡിലും എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. 399 ലെവൽ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തേളിലും കൊണ്ട് ആർട്ടിഫാക്റ്റ് കളക്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകാം. ഇനിയിപ്പോൾ നോക്കിക്കോട്ടെ, ഇവന്മാരൊന്നും തിരിച്ച് അറ്റാക്ക് ചെയ്യൂല. വേണമെങ്കിൽ ഒരു കടി തരും, പിന്നെ തിരിഞ്ഞ് ഇവന്മാർ നോക്കൂല. അതുകൊണ്ട് നമുക്കിനിപ്പോൾ എവിടെ വേണമെങ്കിലും സൂപ്പറായിട്ട് പോവാം. പക്ഷേ നമ്മൾ അമ്പുമ്പിലൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർ തിരിച്ച് കടിക്കും കേട്ടോ. അത് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് വേണമെങ്കിൽ ഒരു കടി കടിച്ചിട്ട് പിന്നെ ഇവന്മാർ തിരിഞ്ഞ് നിൽക്കും. ഇതിപ്പോൾ പുറത്താണെങ്കിലും പുറത്തെത്താൻ ഇറങ്ങുമ്പോഴും ഞാൻ കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു റാപ്റ്റർ അങ്ങനെ ആരെ നമ്മൾ എന്ത് ചെയ്താലും അവർ മൈൻഡ് പോലും ചെയ്യില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ഇതിലെ കൂടെയൊക്കെ കയറും, പക്ഷേ ഇതിവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഇവിടെ എല്ലാം നിരന്തരം നടക്കുന്ന നോക്കിയാൽ പല കളറുള്ള സാധനങ്ങളുണ്ട്. ഈ ഒരു സംഭവം കണ്ട, ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് നമ്മുടെ തേള് കയറൂല. അതാണ് മെയിൻ പ്രശ്നം. ഇത് മിക്കവാറും ഇതുങ്ങളെയൊക്കെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണം ഫസ്റ്റ്, എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട്. ഓക്കെ, മൊത്തം ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചധികം ലെവൽസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേളിന്. എന്തായാലും ലെവലപ്പ് നമുക്ക് പിന്നീട് ചെയ്യാം. അതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. അമ്പുമ്പില്ലും ഫുൾ എടുത്തു വെക്കുക. വേറെ ഒന്നും വേണ്ട, ട്രാങ്കാരസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇത്രയും ഐറ്റംസ് നമുക്കത് ഡ്രോപ്പ് ഔട്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ അപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്. ഇവന്മാരെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുതന്നെ, പക്ഷെ അത് ഇങ്ങോട്ടേക്ക് വരൂല ഇവന്മാർ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇവന്മാരെ തീർക്കുക. ഒരെണ്ണം വിട്ട് ഇവന്മാരത് ഇവിടം വരെ വരുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് വരില്ല നോക്കിക്കോട്ടെ. ഈ ഒരു ഗ്യാപ്പ് എത്തുമ്പോൾ സ്റ്റേക്കാട്ട് നിൽക്കുന്നുണ്ടോ, ഇങ്ങോട്ടേക്ക് ആരും വരില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഈസി ആയിട്ട് ഇവന്മാരെ തീർക്കാം. ഇവൻ്റെ നിന്നും അമ്പുമ്പിലെടുത്തു. യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് സാധനം. ഇവിടെ വേറെ ആരുമില്ലല്ലോ. ഓക്കെ, ഇതാണ് സാധനം, ആർട്ടിഫാക്റ്റ് കണ്ടെയ്നർ. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം കണ്ടില്ല, ഇതെടുക്കുക. ഇതെടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോവുക. ഓക്കെ, തേള് ഇവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ്, തേർഡിന് ലെവലപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ലെവലപ്പും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. വേഗം അങ്ങോട്ടേക്കൊന്നും ഇങ്ങോട്ട്. അപ്പോഴേക്കും വേറെ ആൾക്കാർ സ്പോണാകുന്നുണ്ടല്ലോ ഇവിടെ. മറ്റു സ്പോണൊക്കെ നോക്കി പെട്ടെന്ന് സ്പോണാവുന്നുണ്ട്. 345 ലെവൽ. കുഴപ്പമില്ല, ഇവിടെ നിന്നോ. എന്തായാലും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിന്നെയൊക്കെ പിടിയാം. ഇപ്പോൾ എന്തായാലും 400 ഒക്കെ എന്തായാലും സ്പോണാവും. ഞാൻ പിന്നെ ഇവിടെ ഒന്നുകൂടെ വരും കേട്ടോ. നമുക്ക് തേളിനെ വേറെ ഹൈ ലെവൽ പിടിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നും കൂടി ഇവിടെ വരാനുണ്ട്. അപ്പോൾ എന്തായാലും
ചിലപ്പോൾ 400 ലെവൽ ഉണ്ടെങ്കിൽ പക്ഷേ ഇവരുടെ ഇംപ്ലാന്റ് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഇവരുടെ ഇംപ്ലാന്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം കേവിനുള്ളിട്ട് തന്നെ നമുക്ക് ടീം ആക്കണം. ഓക്കെ, പൾമണോ സ്കോർപ്പിയോസ് നമുക്ക് എന്ത് കൂട്ടും? നമുക്ക് മിലി ഡാമേജ് കൂട്ടുക. മിലി ഡാമേജ്, ലെറ്റ്സ് ഗോ. ലെവലപ്പ് ആനിമേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. ഇനി കേവിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണോ ലെവലപ്പ് ആനിമേഷൻ ഇല്ലാത്ത എനിക്കറിയില്ല. എന്തായാലും ഒന്നും കണ്ടില്ല. നമുക്ക് എന്തായാലും നേരെ ഇനി ഒബ്ലിസ്കിലോട്ട് പോകണം. അപ്പോൾ അവിടെ നിന്ന് വേണം നമുക്ക് ഈ സാധനം ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ വേഗം ഒന്ന് ഒബ്ലിസ്കിലോട്ട് പോട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സത്ത് പോയി കേട്ടോ. നമ്മൾ നൈസായിട്ട് ഒരു റാപ്പർ കടിച്ചു. ഞാൻ ആ റെഡ് ബുട്ട്സിൻ്റെ അങ്ങോട്ടേക്ക് പോയതാണ്. ഇതാ കാണുന്ന പച്ച സ്ഥലമില്ലേ, അവിടെ പോകാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ റെഡ് ബുട്ട്സിൻ്റെ അങ്ങോട്ടേക്ക് പോയപ്പോഴേക്കും ഒരു റാപ്പറിനെ കടിച്ചു കൊന്നു. അത് നമുക്ക് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ ട്രിബ്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അതൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു സ്ഥലമില്ലേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ബ്ലൂ പ്രിൻസും കാര്യങ്ങളൊക്കെ കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ആർട്ടിഫാക്റ്റ് നമ്മുടെ ഇതിൽ നിന്ന് പോകില്ല, പക്ഷേ ബാക്കി നമ്മുടെ ഐറ്റംസ് എല്ലാം പോയിട്ടുണ്ട്, കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്താണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷെയർ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ വേണ്ടി വർക്ക് ചെയ്ത് ലൈക്ക് അടിക്കൂ, സന്തോഷിക്കൂ. അപ്പോൾ ഇതിലും നല്ലൊരു എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.